മതമില്ലാത്ത രാജ്യങ്ങളിലെ ഹാപ്പിനെസ് ഇൻഡെക്സെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് മതമാണ് പ്രശ്നമെന്ന് നവനാസ്തികർ പറയുമ്പോൾ എന്താണ് മറുപടി എന്നാണ്. ഒന്നാമത്തെ, ജയിലുകളിലുള്ളതൊന്നും മതവിശ്വാസികളല്ല. അവര് യഥാർത്ഥത്തിൽ മതം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവരാണ്. മതം ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ജയിലുകളിൽ എത്തുമായിരുന്നില്ല. കാരണം കുറ്റവാളികൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആരൊക്കെയാണ് കുറ്റവാളികൾ? മദ്യപാനികളുണ്ട്, കൊള്ളക്കാരുണ്ട്, ബലാത്സംഗം ചെയ്ത ആളുകളുണ്ട്, അതേപോലെ തന്നെയുള്ള ആളുകളുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം തന്നെ സമർപ്പണമാണ്, പടച്ചവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലാണ് ഇസ്ലാം. അത് ഒഴിവാക്കിയ മുസ്ലിം പേരുള്ള ആളുകൾ ഉണ്ടാകും, ഹിന്ദു പേരുള്ള ആളുകൾ ഉണ്ടാകും, ക്രിസ്ത്യൻ പേരുള്ള ആളുകൾ ഉണ്ടാവും. അവിടെ മതമല്ല, മറിച്ച് മതനിഷേധമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിലുകളിലുള്ള ആളുകളുടെ പേര് അല്ലെങ്കിൽ അവര് മതത്തിന്റെ ചിഹ്നങ്ങളുള്ള ആളുകളാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. ഖുർആൻ തന്നെ പറയുന്നത് അറായിത്തല്ലദി യുക്കദ്ദിബു ബിദ്ദീൻ, മതനിഷേധികളെ നിങ്ങൾ കണ്ടുപോകുന്നു ചോദിച്ചിട്ട് പറയുന്നത് എന്താണ്? അവർ അനാഥകളെ സംരക്ഷിക്കുന്നവരും അതേപോലെ തന്നെ അഗതികൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രോത്സാഹനം നൽകാത്തവരുമെല്ലാമാണ്. ഇതാണ് അവര് മതത്തിന്റെ ചിഹ്നമുള്ള ആളുകളാണ്, നമസ്കരിക്കുന്നവരാണ്. പക്ഷേ അവർ അതെല്ലാം തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മറിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് മതമില്ല ജീവിതത്തിൽ. ഇതാണ് പരിശുദ്ധ ഖുർആൻ മതനിഷേധത്തെ കുറിച്ച് പറയുന്നത് പോലും. ഭാരതത്തിൽ ഇസ്ലാമിലെ നിയമങ്ങൾ അനുസരിക്കാത്ത, മതം സ്വന്തം വെറുതെ ഇങ്ങനെ ഞാൻ ഇന്ന മതക്കാരനാണ്, ഞാൻ ഇന്നതാണ് എന്നുള്ള ഒരു കേവലം വർത്തമാനം മാത്രമുള്ളയാളെ യഥാർത്ഥ മതവിശ്വാസിയായി ഇസ്ലാം അംഗീകരിക്കണില്ല. അവിടെ അവർക്ക് അടിസ്ഥാനപരമായി വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവരെ പറയുന്ന അവരെ വെച്ചുകൊണ്ട് നവനാസ്തികർ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ നവനാസ്തികർ അതിലൊന്നൊരു തെറ്റ് കാണുന്നവരല്ല. നവനാസ്തികരെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം തെറ്റല്ല, ബലാത്സംഗവും തെറ്റല്ല. ബലാത്സംഗം തെറ്റാകുന്നത് എന്തുകൊണ്ടാണ്? ഒരു പെണ്ണിന്റെ മേലെയുള്ള കടന്നുകയറ്റമാകുന്നത് കൊണ്ട് മാത്രമാണ്. ആ ബലാത്സംഗത്തിന് പോലും അതിൻ്റെതായ ജീവികമായ ന്യായീകരണം നൽകുന്ന ആളുകളാണ് നാസ്തികന്മാർ. അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണമായി ഭവിക്കുന്ന പലപ്പോഴുള്ള ലഹരി, ഡ്രഗ്സ്, മയക്കുമരുന്നുകൾ, ഇതൊന്നും തെറ്റല്ല. അതെല്ലാം വ്യാപകമായി ലഭിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം വരണം എന്നാണ് നവനാസ്തികരുടെ കേരളത്തിലെ സൈദ്ധാന്തികർ പോലും പറഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ മതവിശ്വാസികളാണെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. രണ്ടാമത്തേത്, ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഭയങ്കര സന്തോഷമാണെന്ന്. സത്യത്തിൽ ഞാൻ വളരെ വിശദമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു സിനിമാ നടൻ ശ്രീനിവാസൻ തന്നെ സിനിമാ നടൻ ആ കാര്യം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് യൂട്യൂബ് സന്ദർശിച്ചാൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഭയങ്കര സന്തോഷമാണ്. സന്തോഷത്തിന്റെ ഇൻഡെക്സ് എല്ലാം ഉണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടുത്തെ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം യുവാക്കളുടെ ആത്മഹത്യയാണ്. ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ഡ്രഗ് അഡിക്ഷനാണ് അവിടുത്തെ വലിയ പ്രശ്നം. ഡ്രഗ്സ്, ബേസിക് ഡ്രഗ്സ് ഒന്നും അവിടെ നിരോധിക്കപ്പെട്ടിട്ട് പോലുമില്ല. ബേസിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായുള്ള സംഭവങ്ങൾ, അത് ഭയങ്കര അപകടകരമായ ഡ്രഗ്സ് മാത്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് ബേസിക് ഡ്രഗ്സിൽ നിന്ന് കുറെ തുടങ്ങിയ ആളുകൾക്ക് അവിടെ കിട്ടുന്നില്ല. ആ വേണ്ട ഡോപ്പമിൻ എഫക്റ്റ് ആണല്ലോ, ഡോപ്പമിൻ എഫക്റ്റ് വരണില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വലിയ വലിയ അപകടകരമായ ഡ്രഗ്സിലേക്ക് പോകുന്നു, ഭ്രാന്തന്മാരായി മാറുന്നു. അവര് ഒരുതരം എക്സ്റ്റസിയിലേക്ക് പോയി, ഒരുതരം യൂഫോറിയ അനുഭവിച്ച് അവര് അവസാനം മരണത്തെ പുൽകുന്ന അവസ്ഥയുണ്ടാകുന്നു. നവനാസ്തികർ കാണുന്ന ഒരു മാതൃകാ സമൂഹം അങ്ങനെയാണെങ്കിൽ ആ സമൂഹം നമുക്ക് വേണ്ട എന്ന് നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായും സന്തോഷം എന്നത് അവരെല്ലാം സന്തോഷമുള്ളവരാണ്. കാരണം എന്താണത്? മുതലാളിത്ത രാജ്യങ്ങൾ ഒന്നാം ലോക രാജ്യങ്ങളാണ്.
ലോക രാജ്യങ്ങൾക്ക് അവർക്ക് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, ലൈംഗികതയുണ്ട്. ലൈംഗികത എപ്പോഴും ഈ ഒരു എപ്പോഴും ലഭിക്കുന്ന രൂപത്തിലുണ്ട് ആ യുവാക്കൾക്കിടയിൽ. എന്നാൽ വാർദ്ധക്യമുള്ള ആളുകൾക്കോ അവർക്ക് സംരക്ഷണമല്ല. ആ രൂപത്തിൽ ഉള്ള ഒരു സന്തോഷം, ആ സന്തോഷമാണ് അവിടെ കളിയാടുന്ന സന്തോഷം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മതം മുന്നോട്ട് വെക്കുന്ന സന്തോഷത്തിന്റെ യാഡ് സ്റ്റിക്ക് അതല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി പറയാനുള്ളത്.